ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ഇപ്പം എല്ലായിടത്തും മാമ്പഴമായിട്ടുണ്ടേ, നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പം നമുക്കിന്ന് കഴുകി വൃത്തിയാക്കി വരാം. അപ്പം ഞാനിത് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം ഇത് 15 മാങ്ങയുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അപ്പം മൺചട്ടിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നല്ലത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം നമുക്കിന്ന് പൊളിച്ചെടുക്കാം. ഇപ്പം നന്നായി പൊളിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പ് വെക്കാം. അപ്പം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം അതിലേക്ക് നമുക്ക് അതിനുള്ള ചേരുവകൾ ചേർക്കാവേ. അപ്പം ആദ്യമായിട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി പച്ചമുളക് ചേർക്കണമെന്നില്ല കേട്ടോ. നമുക്ക് കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഇനി പച്ചമുളക് ചേർക്കണമെന്നില്ല. അപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാൻ ഇത്ര ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അപ്പം ഞാനത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് ഇനി നമുക്കത് മൂടിക്കൊടുക്കാം. അപ്പം മാങ്ങ വീഴുന്ന നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ 10-15 മിനിറ്റ് ഒന്ന് വേകട്ടെ. ഇത് വെന്ത് കഴിയുമ്പം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നിന്ന് വെന്തിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചാലോ. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം പറ്റട്ടെ. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് അരയ്ക്കാൻ മാത്രമായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാവേ. നല്ല പേസ്റ്റായിട്ട് അരയണം കേട്ടോ. നമ്മുടെ മാങ്ങ നോക്കിയാലോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാവേ. എന്താ ഇപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവേ. നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടേ. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം ഇട്ടാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഞാനിപ്പം ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുക. അപ്പം നമുക്കിതൊന്ന് തിളപ്പിക്കാവേ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നേ. ഒന്ന് തിളക്കട്ടെ. ഇന്ന് കറി തിളച്ചോ നമുക്ക് നോക്കാവേ. 5 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നല്ല കട്ട തൈരായിരിക്കണമേ. ഞാനത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല കട്ട തൈരാണിവിടെ, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ഉടച്ചതാണ്. നല്ല കട്ട തൈര് തന്നെ വേണം ഒഴിക്കാൻ കേട്ടോ. ഇതുപോലെ ഉടച്ചിട്ട് നന്നായിട്ട് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പം തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പിന്നെ തീ ഇടാൻ പാടില്ല. തീ ഓഫ് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അപ്പോൾ നമുക്ക് കടുക് താളിക്കാവേ. അതിലേക്ക് നമുക്ക് പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ, നെയ്യ് ഒഴിക്കണേ, എങ്കിലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് കരിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ നമ്മുടെ പുളിശ്ശേരി? എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. സ്വാദിഷ്ടമായ നാവിൽ കൊതിയോറും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ.